ഈശ്വര എന്തോരം മുടിയ പൊഴിയാണ് ദൈവമേ. നാത്തൂനെ ഇതേ നോക്കിയ നാത്തൂനെ എന്റെ എന്തോരം മുടിയ പൊഴിയണേന്ന്. എന്താന്ന്? കൊറേ മുടി പൊഴിഞ്ഞു പോവുക. മുടിയോ? കുളിച്ചിട്ട് വന്നപ്പോ തോർത്തിൽ നിറച്ച മുടി. അത് പ്രായമാകുമ്പോ അങ്ങനെ മുടിയൊക്കെ പൊഴിയും. ഇത് പ്രായമാകുമ്പോ മുടി പൊഴിയും. അങ്ങനെയാണ് നാത്തൂന്റെ മൊഴിയുണ്ടേ. എനിക്ക് മുടി ഇല്ല. ഇല്ലല്ലോ സത്യം. ഞാൻ ഏട്ടനോട് പറയായിരുന്നു എനിക്ക് എന്തെങ്കിലും എണ്ണ മേടിച്ചു തരാൻ. ഇതാണ് ഇവളുടെ കുഴപ്പം. ഓരോ ദിവസം ഓരോരോ എണ്ണ തേച്ച് ഈ പരിവാക്കി വെച്ചത്. വെറുതെ വെളിച്ചെണ്ണ എടുത്ത് തേച്ച് നിനക്ക് കുളിച്ചു നോക്കാവോ? ഒരു കുഴപ്പമുണ്ടാവില്ല. വെളിച്ചെണ്ണ എത്ര നാള് തേച്ചതാ എന്നിട്ട് മാറണ്ടേ? നല്ല മുടി ഉണ്ടായിരുന്നില്ലേ? മൊത്തം എന്തോരം മുടി ഉണ്ടായിരുന്നു. മുടി ഇച്ചിരി പോയി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പെണ്ണിന്റെ അഴകെന്ന് പറഞ്ഞ മുടിയല്ലേ. ആ മുടിയില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് എന്താ സൗന്ദര്യം ഇല്ലേ? സൗന്ദര്യമുണ്ട്. നീ തങ്കമല്ലേ? നീ സ്വർണ്ണമല്ലേ? എന്താ പ്രശ്നം? അമ്മ ഉണ്ടാക്കുന്ന എണ്ണയിലേടി അത് കൊടുത്തെങ്കിൽ നമുക്ക് വാടാ മോന്ത വലിച്ചെടുക്കാൻ വിഷമം അങ്ങ് മാറുമല്ലോ. അമ്മ ഉണ്ടാക്കുന്ന എണ്ണ വേണ്ട. അത് ഒട്ടും മാറിയില്ലായിരുന്നു. എടാ ചെറുക്ക് വെക്കുന്ന മാനസിക രോഗം കേട്ടോ. ആ പിന്നെ കടുക് താളിച്ച് 2 പ്രാവശ്യം ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിൽ കടുക് താളിച്ച്? അവിയലില്. ദൈവമേ, ആരെങ്കിലും അവിയലില് കടുക് താളിക്കോ ക്ലീറ്റോ? അവിയലില് കടുക് താളിക്കില്ലേ? അല്ലളിയാ, അവിയലില് കടുക് താളിച്ചിട്ട് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? അല്ല, കടുക് കടിച്ചു മരിച്ചു കേട്ടിട്ടുണ്ട്. നിങ്ങളോട് ഇപ്പൊ ആര് പറഞ്ഞു അതിനകത്തോട്ട് ചെന്ന് കയറാൻ വേണ്ടി? അയ്യോ, ഇച്ചിരി അവിയലില് കടുക് താളി നിങ്ങൾ ആരും തിന്നണ്ട, ഞാൻ തിന്നോളാം. അത് മാത്രമേ നിങ്ങക്ക് വിചാരമുള്ളൂ. ദേഷ്യം വന്നിട്ടുണ്ട്. ഇതെല്ലാരും കൂടെ ഒരു കൂടാലോചന. ഇവളുടെ മുടി മൊത്തവും പൊഴിഞ്ഞു പോണു. അപ്പൊ അത് അവൾക്ക് വലിയ വിഷമം. എപ്പോഴും പറയും എന്തെങ്കിലും എണ്ണ വല്ലതും കിട്ടുമെങ്കിൽ മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നോക്കിട്ട് എനിക്ക് പരിചയത്തിലൊന്നും കിട്ടുന്നില്ല. അളിയന്റെ പരിചയത്തിൽ ഇത് തലയ്ക്കകത്തൊന്നും ഇല്ലെങ്കിൽ മുടി പൊഴിയുന്ന ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ബുദ്ധിയുള്ളവർക്ക് മുടി പൊഴിച്ചിലുണ്ടാവും. കനക, സത്യം പറഞ്ഞ നിനക്ക് വല്ല പ്രാന്തുണ്ടോ? എന്തിനാ അവളെ തലയിൽ മുടി പോണ പിന്നെ നമുക്ക് മരുന്ന് വല്ലതും മേടിച്ച് തേക്കണ്ടേ? കാര്യം എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പറയും, ഉടനെ അത് സാധിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓട്ടപ്പാച്ചിലാവാൻ. കുശുമ്പല്ലേ? അതിനൊക്കെ എന്റെ ക്ലീറ്റോനെ കണ്ടുപിടിക്കണം. 10-15 വർഷമായല്ലോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം സാധിച്ചു തന്നിട്ടില്ലല്ലോ. അങ്ങനെ വേണം ആണുങ്ങളായ. അളിയോ, അത് സാധിച്ചു കൊടുക്കാത്തതിന് കാര്യമുണ്ട്. ഒരു സമയത്ത് കറുത്തു പോയി എന്ന് പറഞ്ഞ് ഭയങ്കര ദുഃഖമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ക്രീം വേണമെന്ന് പറഞ്ഞ് ഞാൻ കണ്ട ക്രീമെല്ലാം മേടിച്ചുകൊണ്ട് കൊടുത്തു. അവസാനം എന്തായി? ക്രീമുകൾ കറക്കാൻ തുടങ്ങി, എൻ്റെ പോക്കറ്റ് വെളുക്കാനും തുടങ്ങി. പിന്നെ ഇപ്പൊ എന്താ പുതിയ കണ്ടുപിടുത്തണല്ലിയാ, മഞ്ഞള് തേച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ വൈകാതെ മഞ്ഞള് കറുത്തു തുടങ്ങി. ഞാനിപ്പോ നല്ലോണം വെളുത്ത്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ നിങ്ങളുടെ കണ്ണിൽ എന്താ കുരുവായിരുന്നോ? അത്ര കറുത്താർന്ന് ഇങ്ങനെ കെട്ടണ്ടായിരുന്നല്ലോ. ഞാനെങ്കിലും രക്ഷപ്പെട്ടേനല്ലോ. അറിവില്ലാത്ത പ്രായത്തിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ തെറ്റ് പറ്റിപ്പോവും. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാ. വെളുത്ത് കേട്ടാ തോർത്ത് താങ്ങോട്ട്. നിനക്ക് ആരെങ്കിലും പരിചയം ഉണ്ടല്ലേ ഈ എണ്ണ ഒരെണ്ണം കിട്ടാനായിട്ട്? എന്റെ പൈസ കുറച്ച് പോയാലും കുഴപ്പമില്ല അല്ലേ? നമുക്ക് കുറച്ച് പൈസ ആ ഡോക്ടർ കൊടുക്കുന്ന പൈസ. അയ്യോ, നോക്കി നോക്കി എന്നിട്ട് മാരക രോഗം വന്ന പോലെയാ. വല്ല ഹിമാലയത്തിലും പോയി നോക്ക്, അപ്പൊ കിട്ടും. ഹിമാലയത്തിലാ എണ്ണ? അതല്ലടേ, എണ്ണ ഉള്ള സ്ഥലമുണ്ട്, എനിക്കറിയാം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പഴയ ഒരു സംസ്ഥാന ട്രഷറർ ഉണ്ടായിരുന്നു, ഒരു ബാഹുലയൻ സാറ്. സാറിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ പ്രശ്നമായിരുന്നു, ഭയങ്കര വിഷമം. അങ്ങനെ അവർ കണ്ടെത്തിയ ഒരു എണ്ണ, അടിപൊളി സാധനം. ഇത് തേച്ചങ്ങോട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കറുത്ത് തുടങ്ങി. അവർ നല്ല ഗ്ലാമർ പോയി. എന്നിട്ടിപ്പം അവരെ കാർ ഡ്രൈവറോട് വിളിച്ചോടി പോയി. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. എന്ത്? അല്ല, നീ വിഷമം, നിനക്ക് കാറും ഡ്രൈവറും ഒന്നും ഇല്ലല്ലോ. പിന്നെ കുഴപ്പമില്ല. എത്ര രൂപ അത്? എണ്ണ അത് 1500 രൂപയെങ്കിലും ഒക്കെ ആവും. പിന്നെന്താ? 1500 രൂപയല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. എന്തോന്നടാ 1500 എനിക്ക് താ, നീ ഞാൻ എന്തെങ്കിലും കുത്തിച്ചതച്ച് തരാം. വേണ്ട, നാത്തൂന് ഒന്ന് പരീക്ഷിച്ചതാ, പിന്നെ വേണ്ട. 1500 രൂപയ്ക്കൊക്കെ എണ്ണ തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഹങ്കാരം. അവരുടെ വിഷമം അവക്കെ അറിയാവൂ. അവര് പൈസ ചെലവാക്കി അത് വാങ്ങി തേക്കണം. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ചെയ്യും. വെളുക്കാനുള്ള മരുന്ന് എവിടെയെങ്കിലും 2000 മരുന്ന് കിട്ടും. ഇവിടെ അടുത്ത് തന്നെ. നീ പോണതിന്റെ അടുത്തല്ല, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകണം. അപ്പുറത്ത് ഞാൻ പോയാ പോരെ? ഇടേ, ഇത് അവിടെ അങ്ങും അല്ലടേ. ഇത് അപ്പുറത്തെന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകണം. അവിടെ പോയാ കിട്ടും, നാഗർകോവിൽ. അപ്പൊ ഞാൻ പൈസ മേടിച്ചോ? പൈസ നീ താ. പിന്നെ ഞാൻ ചിലപ്പോ 2 ദിവസത്തിനകത്ത് പോകും. എനിക്ക് മാർത്താണ്ഡം വരെ പോകണം. ഒരു വണ്ടിയുടെ കുറച്ച് സ്പെയർ അവിടെ പൊളിച്ചതേ, അവിടെ നിന്ന് എടുക്കാനുണ്ട്. അപ്പൊ ഞാൻ വേണമെങ്കിൽ നാഗർകോവിൽ വരെ പോയി മരുന്ന് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ടൊക്കെ വരാം. അങ്ങനെ ബഹളം വെക്കല്ലേ. ഞങ്ങൾ വർഷാപ്പിൽ ഒരു വണ്ടി പണിക്കിട്ടെ, ഇങ്ങനെ മേശിരി ഞാൻ സാധനം ഏതൊക്കെ പൊളിച്ച് അതെല്ലാം നോക്കിയിട്ട് അവിടെ പോവുള്ളൂ. നോക്കട്ടെ, എണ്ണ ഞാൻ മേടിച്ചു തരാം. അല്ല, ഇപ്പൊ എത്രയും പെട്ടെന്ന് കിട്ടിയ. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോവല്ലേ? സിനിമയിലെ സൗന്ദര്യമൊക്കെ ഉണ്ടാവും. ബുദ്ധി വേണം.
എന്തോന്ന് കടുക് താളിക്കണതിന് മുമ്പ് ഈ സാധനം ഇത് ഇവിടെ കെട്ടിയിട്ട് തുടച്ചങ്ങോട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. എന്തോന്ന് ചെയ്തോളിയാ. ഞാൻ അടുക്കളയിൽ കയറട്ടെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇരി. വെറുതെ കൊന്ന പത്തല് പോലെ വളർന്നേക്ക. ചെയ്യോ ഇവിടെ ചെയ്താലെന്താ വേണ്ടേ? വേണ്ട അത് വേണ്ടേ. Alien versus Alien.